നമസ്കാരം. ഞാനിതിപ്പോൾ ഉള്ളത് ബുർജിൽ അറബിലാണ്. ദുബായിയെക്കുറിച്ചും യു എയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പ്രത്യേക ഷേപ്പിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഒരു ഹോട്ടലാണ്. ലോകത്തിൽ തന്നെ ഒരേ ഒരു 7 സ്റ്റാർ ഹോട്ടൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോട്ടലാണ്. ഈ പായ്ക്കപ്പലിൻ്റെ പായയുടെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഏകദേശം 220ഓളം മുറികളാണുള്ളത്. 28 നിലകളാണ്. 28ാം നിലയിൽ ഒരു സ്വിമ്മിംഗ് പൂളും അതോടൊപ്പം ഒരു ഹെലിപാഡും ഉണ്ട്. ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഈ ബുർജിൽ അറബിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ്. ക്ഷണിച്ചിട്ടുള്ളത് ഷഫീഖ് അബ്ദുറഹ്മാനാണ്. ഷഫീഖ് അബ്ദുറഹ്മാനെ കുറിച്ച് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ഏകദേശം 10-11 വർഷമായിട്ട് യു എയിലെ നാഷണൽ ഡേക്ക് തൻ്റെ വില കൂടിയ കാറുകളിൽ ചതുർവർണ്ണം അണിഞ്ഞ് യു എയോടുള്ള പ്രണയം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുമോ അത്തരത്തിലൊക്കെ പ്രകടിപ്പിക്കുന്ന അൽമാനിയ പ്രോപ്പർട്ടീസിൻ്റെ ഓണറാണ് ഷഫീഖ് അബ്ദുറഹ്മാൻ. ഷഫീഖ് അബ്ദുറഹ്മാനാണ് ഇന്ന് നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം. ജുമേറ ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു 280 മീറ്ററാണുള്ളത്. ഇതൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ദ്വീപായതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു പ്രത്യേക പാലത്തിലൂടെയാണ് വിനോദസഞ്ചാരികളെയും ഇവിടുത്തെ അതിഥികളെയും ഇവിടുത്തെ ജീവനക്കാരുമൊക്കെ ഇവിടെ എത്തുന്നത്. ഈ കിടക്കുന്ന റോൾസ് റോയ്സാണ് ഇവിടുത്തെ അതിഥികളെ കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റ് വിശിഷ്ട അതിഥികൾക്ക് ചോപ്പറും ഹെലികോപ്റ്ററും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ. കയറി വരുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ളൊരു ഫൗണ്ടെയിൻ ഇവിടെയുണ്ട്. അതോടൊപ്പം 2 സൈഡിലും നല്ല അടിപൊളിയായിട്ടുള്ള അക്വേറിയം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അക്വേറിയമാണ് ഒരുക്കിയിട്ടുള്ളത്. ദുബായ് തീർക്കുന്ന അത്ഭുതങ്ങളിൽ ചെറുതൊന്നുമല്ലല്ലോ. ഈ ബുർജിൽ അറബിൽ 28 നിലകളാണുള്ളത്. ഓരോ റൂമിൻ്റെയും വലിപ്പം 1850 സ്ക്വയർ ഫീറ്റാണ്. സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ വീടിൻ്റെ സൈസ് ഉണ്ട് ഇവിടുത്തെ ഒരു സ്യൂട്ടിന്. ഏറ്റവും വലിയ സ്യൂട്ടിന് 12,000 സംതിങ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമെന്നുള്ളത് എത്ര ഹ്യൂജാണ് ഇതിൻ്റെ അകമെന്നും എത്ര രാജകീയമാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നും. ഇവിടെ ഗസ്റ്റുകളെ സ്വീകരിക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്നത് റോൾസ് റോയ്സ്, അതുപോലെ വിശിഷ്ട അതിഥികൾക്കായിട്ട് ഹെലികോപ്റ്ററും അതുപോലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്ന ഹെലിപാഡ് മാത്രമല്ല, ചില സമയത്ത് അത് ബോക്സിംഗ് റിങ്ങായിട്ട് മാറാറുണ്ട്, കാർ റേസിങ്, എന്തിനേറെ പറയുന്നു വിമാനം വരെ ലാൻഡ് ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ട് ഉള്ള ഒരു ഹെലിപാഡാണ് ഈ കാണുന്നത്. ഈ ബുർജിൽ അറബ് ഒരു മനുഷ്യനിർമ്മിത ദ്വീപിലാണ് ഉള്ളത്. ആ ദ്വീപ് ഒരു പവിഴപ്പുറ്റാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിലാണ് ഈ ഒരു നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും താഴത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ വിശേഷങ്ങളും മത്സ്യങ്ങളും ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ആസ്വദിക്കേണ്ട സാധിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ബുർജിൽ അറബിൻ്റെ അകത്താണ്. ഇവിടെ റെഡ്, അതുപോലെ ഗോൾഡ്, ബ്ലാക്ക്, ആ ഒരു ഷെയ്ഡിലാണ് ഇവിടുത്തെ തീം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു കടൽ, ഒരു അറബ് കൾച്ചർ ഇതുകൂടെ ചേർന്നിട്ടുള്ളൊരു ആർക്കിടെക്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് പോകുമ്പം 24 ക്യാരറ്റ് സ്വർണം കൊണ്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് വരുന്ന ലോബിയിൽ തന്നെ വലിയ 2 അക്വേറിയം നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ആ കാഴ്ചയിലൂടെ നമുക്ക് കാണാം. വേണ്ട, ഈ ടൈലുകളുടെ തന്നെ പ്രത്യേകത ഉണ്ടോ, 22 ക്യാരറ്റ് സ്വർണം കൊണ്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഭയങ്കര രസമുള്ള ഒരു അട്രിയമാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് വലിയൊരു ഫൗണ്ടനുണ്ട്. ഈ ഭാഗത്തായിട്ട് മുമ്പ് ഉണ്ടായിരുന്നത് ഒരു റെസ്റ്റോറൻ്റാണ്. എനിക്ക് തോന്നുന്നു നോമ്പായതുകൊണ്ടാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. ഇഫ്താറിന് തുറക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ഈ താഴത്ത് അൽദിവാൻ എന്ന് പറഞ്ഞിട്ടൊരു ഇഫ്താർ സെറ്റപ്പ് ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ വിശേഷങ്ങൾ നമുക്ക് കാണാം. 2 സൈഡുകളിലായിട്ട് 28 നിലകളാണുള്ളത്. 1999 പണി പൂർത്തിയായത്. ഇവിടെ ചില ഷോപ്പുകളും ഗിഫ്റ്റ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. ദുബായിലെ അത്യാഡംബരമായ ഹോട്ടലുകൾ ഒന്നാണ് ബുർജിൽ അറബ് എന്ന് പറഞ്ഞാൽ തന്നെ മതിയാവില്ല. ബുർജിൽ അറബ് ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ ഒരൊറ്റ കൊമ്പനായി തലയുയർത്തി നിൽക്കുന്ന ഒരു വിസ്മയമാണ്.
ഇതിന് നല്ല മധുരമുണ്ട്. ക്യാപ്പുച്ചിനോയ്ക്ക് മധുരമില്ല. പിന്നെ ഷുഗർ ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. ബ്രൗൺ ഷുഗറുണ്ട്, വൈറ്റ് ഷുഗറുണ്ട്. പക്ഷേ നമ്മൾ ഷുഗർ ഇട്ടാൽ ഈ ബുർജിൽ അറബിൻ്റെ എഴുത്തും പോവും. അതുപോലെ ആ സ്വർണ്ണവും കലങ്ങിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കുടിക്കട്ടാ. അടിപൊളി സ്വർണ്ണ കോഫി. ഷബീഖ് ഭായിക്ക് എല്ലാവിധ ഭാവങ്ങളും.